ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറിയൻകാരുടെ ഒരു വൈറ്റനിങ് സോപ്പായിട്ടാണ്. ഇതിലേക്ക് സോപ്പിൻ്റെ ബേസ് ആവശ്യമില്ല, സോപ്പിൻ്റെ മോൾഡ് ആവശ്യമില്ല, ഒരു കെമിക്കൽസും ചേർക്കാതെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് സോപ്പാണിത്. ഇനി വെളുത്തിട്ട് പാറാൻ ക്രീമൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വൈറ്റനിങ് സോപ്പ് തേച്ചാൽ മതി. എന്തായാലും റിസൾട്ട് 100% കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് പച്ച അരി, അതായത് വൈറ്റ് റൈസ്. അതൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചത്. എന്നിട്ട് 3 മണിക്കൂർ ശേഷം അതൊരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്ന് തുറന്നു പോകാനാണ്. എന്നിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ അരി നന്നായിട്ട് തുടക്കുക. അതൊന്ന് ഡ്രൈ ആവണം നന്നായിട്ട്. അതിൽ വെള്ളമൊന്നും പാടില്ല. നന്നായി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നന്നായി തുടച്ചെടുക്കുക. ആ കോട്ടൺ തുണി വെച്ചിട്ട് തന്നെ നന്നായി തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് അത് ഡ്രൈ ആയിരിക്കും. ഈ വൈറ്റ് റൈസ് എന്ന് പറയുന്നതും വൈറ്റ് റൈസിൻ്റെ വെള്ളവും എല്ലാം നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് തരുന്നതാണ്. വൈറ്റ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റനിങ്ങും പിന്നെ ഒരു സോഫ്റ്റ് ആൻഡ് ഷൈനി ലുക്കൊക്കെ തോന്നിക്കും. ഈ വൈറ്റ് റൈസിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ആ വെള്ളം നമ്മുടെ മുഖത്തിൻ്റെ എന്താ പറയുക ഏജിങ്ങിനെ തടയാൻ സഹായിക്കും, ആൻറ്റി ഏജിങ്ങിനെ തടയാൻ സഹായിക്കും. നല്ലൊരു ഷൈനി ലുക്ക് കിട്ടും. പിന്നെ ഒരു വൈറ്റനിങ് കൂടി ഫീൽ ചെയ്യും. നല്ലൊരു ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഈ വൈറ്റ് റൈസ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഫൈൻ പൗഡറായി അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക തന്നെ വേണം. എന്നിട്ട് ഒരരിപ്പ വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കുക. അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. കാരണം അതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് എക്സ്ട്രീം ബെനിഫിറ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ മുഖത്തെ എക്സസ്സായി വരുന്ന ഓയിലിനെ ഒന്ന് തടയാനും അതേപോലെ പിമ്പിൾസിനെ തടയാനും പിന്നെ സൺ ടാൻ മാറാനും ഒരു സ്കിൻ വൈറ്റനിങ്ങും തോന്നാനും പിന്നെ ഒരു ലൈറ്റനിങ് ബ്രൈറ്റനിങ് ഒക്കെ തോന്നാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഈ ഒരു വൈറ്റ് റൈസ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു പൊട്ടാറ്റോ, അതായത് ഉരുളൻകിഴങ്ങ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസുകളാക്കി മിക്സിയുടെ നമ്മൾ അരി പൊടിച്ച ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ചെറിയ പീസുകളായി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അലോവേറ ഒരു തണ്ട്, അത് അതിൻ്റെ മഞ്ഞക്കറ മാറിയതിന് ശേഷം നന്നായി വാഷ് ചെയ്തതിന് ശേഷം 2 സൈഡും കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ലെടുക്കുക. ഫ്രഷ് അലോവേറ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നതാണല്ലോ ഷോപ്പിൽ നിന്നൊക്കെ. അതിൽ നിന്നൊരു ടീസ്പൂണ് എടുത്തു കൊടുത്താലും മതി. ഈ കറ്റാർവാഴയും ഉരുളൻകിഴങ്ങും നമ്മളെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻസും കൂടിയാണിത്. നമ്മുടെ സ്കിന്നിൻ്റെ വ്രിങ്കിൾസ്, അതായത് ചുളിവുകളെ തടയാനും ഏജിങ്ങിനെ തടയാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഈ അലോവേറയും പൊട്ടാറ്റോയും. അത്രയും ബെനിഫിറ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മളിതിൽ ഒരു കെമിക്കൽസും ചേർക്കാത്തത് കൊണ്ട് തന്നെ അത്രയും ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതാണ്. വേറെ പ്രത്യേകിച്ച് ഒരു കെമിക്കൽസും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഫുൾ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ബെനിഫിറ്റ് തരും. പിന്നെ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പം നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. ഇത് അരിക്കുമ്പോൾ ഒരു ടീസ്പൂൺ, ഇപ്പം ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ ഒരു ക്രീം കിട്ടത്തുള്ളൂ. സോ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ, അതായത് വൈറ്റ് റൈസിൻ്റെ പൗഡർ, അത് ഓരോ ടീസ്പൂണായി ചേർത്ത് കൊടുക്കാം. കൂടുതലായി എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഓരോ ടീസ്പൂണായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുക. ഒരു നല്ല കട്ടിക്കൊന്നും വേണ്ട, ചെറിയ രീതിയിൽ ലൂസ് വേണം. അതുവരെ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് 5 ടീസ്പൂൺ റൈസ് പൗഡർ ആയിരുന്നു. കൂടുതലൊന്നും വന്നിട്ടില്ല. നല്ല പറയുക കട്ടിക്ക് വേണ്ട, ചെറിയ രീതിയിൽ നല്ലോണം ലൂസ് വേണം. നല്ല കട്ടിക്കായ സോപ്പ് നന്നാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ ടീസ്പൂൺ വൈസ് ചേർത്തിട്ട് വേണം ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം കൂടുതലായി ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ നല്ല കട്ടിക്ക് കിട്ടും, അപ്പോൾ സോപ്പ് നന്നാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ ടീസ്പൂൺ വൈസായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള 2 വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അത് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്താലും മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് അധിക ചിലവുകളൊന്നുമില്ല. ഒരു PS സോപ്പ് മാത്രമേ നമുക്ക് പുറമേ നിന്ന് മേടിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്, പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടതില്ല.
പിന്നെ അതിലേക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു PS സോപ്പാണ്. അത് 54 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. 40ൻ്റെ ആയാലും മതി. എന്നിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാം. ആദ്യം ഒരു പാത്രം വെച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മേലെ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് ഈ കട്ട് ചെയ്ത PSൻ്റെ സോപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം. അതുവരെ ഒന്ന് അലിയിപ്പിച്ചെടുക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സറിൽ ചേർത്ത് കൊടുക്കാം. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. പിന്നെ 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൂടുതൽ ഇൻഗ്രീഡിയൻസിന് ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഒരു വൈറ്റനിങ് സോപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചേർക്കുന്നതിന് മുന്നേ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ചിലപ്പോൾ ഈ ഉരുളങ്കിഴങ്ങിൻ്റെ ഇതുണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് അടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ PSൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ മിക്സും PSൻ്റെ മിക്സും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതുവരെ ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് കൂടി 5 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പാത്രങ്ങൾ റെഡിയാക്കാം. ഇതൊരു വാസലൈൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെ 2 ഫൈബറിൻ്റെ സാസർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പ്ലാസ്റ്റിക്കിന് ആ വൈറ്റ് ഉണ്ടല്ലോ അതുപോലത്തെ പാത്രം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ദാൻ അതാണ്. ബട്ട് ഇതാവുമ്പോൾ ഒന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് കുഴപ്പമില്ല, കിട്ടും. ഒന്ന് എന്താ പറയുക, ഒരു ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഒന്ന് ചുറ്റിലൊന്ന് ആക്കി കൊടുത്താൽ കിട്ടും. ബട്ട് കുറച്ചും കൂടി ബെറ്റർ ദാൻ അങ്ങനത്തെ പാത്രമായിരിക്കും. ഇനി ഇതിലേക്ക് രണ്ടിലേക്കും ഒഴിച്ച് കൊടുക്കാം. കാരണം ഇത് അത്യാവശ്യം വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം ഇതിലേക്ക് ഇടാനായിട്ട്. പിന്നെ ഇതൊരു 1 ഡേ വെക്കുക. പിറ്റേ ദിവസം എടുത്ത് നോക്കുക. 24 hours കഴിഞ്ഞിട്ട് എടുക്കുക. പുറത്ത് വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 hour ആകുമ്പോൾ തന്നെ ശരിക്കും കട്ടിയാവലുണ്ട്. ബട്ട് ഞാൻ എടുക്കാറില്ല. ഞാൻ നോക്കിയപ്പോൾ നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. 2 hours ശേഷം എടുക്കാം. ബട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു സോപ്പ് തന്നെയാണിത്. ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനത്തെ പാത്രത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. പിന്നെ മറ്റേ പാത്രത്തിലാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, കിട്ടും. ഇതുപോലെ 4 സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു പാത്രത്തിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കട്ടി കുറഞ്ഞ പോലെ തോന്നും. നല്ല വലിയ പാത്രമാണ്. ഇങ്ങനത്തെ ഞാൻ ആദ്യം എടുത്തിരുന്ന 2 പാത്രത്തിൻ്റെ പോലത്തെ പാത്രമാണ്. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ സോപ്പ് കിട്ടുമായിരുന്നു. ഞാൻ അങ്ങനത്തെ പാത്രം എടുത്തുകൊണ്ടാണ് അത് തീരെ കട്ടിയില്ലാത്ത പോലെ തോന്നുന്നത്. ഒന്ന് ചെറുതായി തേച്ച് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് പത വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് തേച്ച പാടെ തന്നെ സോപ്പ് മാറ്റി വെച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റനിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സോഫ്റ്റ്നെസ്സും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേർട്ടൊക്കെ പോയി നമ്മൾ മുഖമൊക്കെ നല്ല ക്ലീനായി തോന്നുമല്ലോ. നമുക്ക് നന്നായി മനസ്സിലാവും. ആ ഒരു വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായി ക്ലീനായെന്ന്. അതെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിലേക്ക് വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ. പിന്നെ PS സോപ്പ് മാത്രമേ വാങ്ങിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ വീട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് തരുന്നതുമാണ്. പിന്നെ ഈ സോപ്പ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെക്കുക. എന്നിട്ട് ഒരു റബ്ബർ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഓരോന്നിടത്തും ഉപയോഗിക്കാം. എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.